ടിവിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. മുണ്ട കഴിച്ചിട്ടോ. അപ്പോൾ ഈ ബാക്കിൽ ക്യാമറ നമ്മൾ ജസ്റ്റ് ഒന്ന് കൊള്ളിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഹെൽപ്ഫുള്ളായിട്ട് സാധനം കേട്ടോ റിവേഴ്സ് ക്യാമറ. അവിടെ മസ്റ്റായിട്ടും വരണം. ഇങ്ങനത്തെ പുറകിൽ സീറ്റുള്ള, അതായത് പുറക് കാണാൻ പറ്റാത്തതെന്നല്ല, നിങ്ങൾ മസ്റ്റായിട്ട് വണ്ടിയിൽ ഒരെണ്ണം മേടിച്ച് വെക്കണം. 2000 രൂപയ്ക്ക് ഒരിക്കലും ഒരു നഷ്ടം എന്ന് പറയാനില്ല. അത്ര സുഖമല്ല. നമ്മളിവിടെ സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള വിഷ്വൽ ഫുള്ളും നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ കുഞ്ഞൊരു റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ നമ്മൾ സുൽത്താൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. വണ്ടി ഇവിടെയുണ്ട്. വേറെ ഫ്രണ്ടിൽ ഒരു വണ്ടി കിടക്കുന്നുണ്ട്, പ്രൈവറ്റ് വണ്ടിയാണ്, വർക്ക് ചെയ്യാൻ വന്നിരിക്കുന്നതാണ്. അത് നമ്മുടെ വണ്ടിയിലെ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളത് ഈ തട്ടിൻ്റെ ഇവിടെയാണ് നമ്മൾ കുഞ്ഞ് ടി വി, നമ്മുടെ ഈ ടി വിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യമേ നമ്മൾ വിചാരിച്ച് ഈ ബോഡിയിൽ ഹോൾ ഇട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്യാമെന്നാണ്. പക്ഷേ അന്നേരം ബോഡിയെ വെറുതെ ഹോളിട്ട് ബോഡി വൃത്തികേടാക്കണ്ടല്ലോ എന്നോർത്ത് നമ്മളത് താഴെ ഒരു ചെറിയ ഷീറ്റ് എടുത്ത് അതിൽ ആണ് നമ്മൾ ഇവിടെ സ്ക്രൂ ചെയ്ത്, അതായത് ഈ ബമ്പറിൻ്റെ ഇവിടെ ഹോളിട്ട് സ്ക്രൂ ചെയ്തിട്ടാണ് ഇവിടെയാണ് നമ്മൾ ക്യാമറയും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. കാരണം നമുക്ക് റിവേഴ്സ് ക്യാമറ ഇല്ലെങ്കിൽ പുറകെ ഒരു വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനും കാര്യങ്ങളൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റെക്കോർഡിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് പുറകെയുള്ള വിഷ്വൽ നമുക്ക് ആ കുഞ്ഞ് ടി വിയെ കാണാം എന്നുള്ളതല്ലാതെ വേറൊരു ഗുണമില്ല. ഇതിന് റേറ്റ് വരുന്നത് 2000 ചില്ലറ സംതിങ് ആണ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വണ്ടിയിൽ എങ്ങനെയാണ് നമ്മൾ ഓട്ടോയിലും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മുടെ വണ്ടിയിൽ ഒരു സർപ്രൈസ് ഒരു സാധനം കാര്യങ്ങളൊക്കെ കമ്മിങ് സൂൺ ആണ്, ഓർഡർ ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടിയിൽ എങ്ങനെയാണ് ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്, കണക്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്തത്, അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇത് നമ്മൾ ബാക്കിൽ ഇവിടെയാണ് പട്ടയല്ല, ചെറിയൊരു സ്റ്റീലല്ല, ചെറിയൊരു പട്ട പോലെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മളിവിടെയാണ് ക്യാമറയും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഓർത്ത് ഇവിടെ ബോഡി തുളച്ച് നമുക്ക് സെറ്റ് ചെയ്യാമെന്നാണ് ഓർത്തത്. പക്ഷേ ആ പരിപാടി നടക്കുകയില്ല. കാരണം വെറുതെ നടക്കും, പക്ഷേ ബോഡി പിന്നെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ പിന്നെ ബോഡി ഹോളായി അത് ഭയങ്കര വൃത്തികേടൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നമ്മളിവിടെയാണ് ഒരു സ്ക്രൂ ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിന് പട്ടെന്നല്ല, വേറെ പട്ടയാണ്. പട്ടയല്ല കേട്ടോ, തകിട്. പട്ടെന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ കട്ടി വരും. തകിടാണിത്, തകിടാലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മളിത് ഇവിടുത്തെ വർക്ക്ഷോപ്പിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇങ്ങനെ വെച്ചിട്ട് നമ്മളിവിടെ സ്ക്രൂ ചെയ്യുവാണ്. ഇവിടെ ഹോളിട്ട് സ്ക്രൂ ചെയ്യും. അപ്പോൾ ഇതിവിടെ കറക്റ്റ് ക്യാമറ ഇങ്ങനെ കറക്റ്റായിട്ടിരുന്നുള്ളൂ, നമുക്ക് അടിപൊളിയായിട്ട് കാണാം. നമ്മൾ ആദ്യമേ ഇവിടെ സെറ്റ് ചെയ്യാമെന്നാണ് ഓർത്തത്. പക്ഷേ അത് അത്ര സുഖമല്ല. നമ്മളിവിടെ സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള വിഷ്വൽ ഫുള്ളും നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ഹോളിട്ട് നമുക്ക് സ്ക്രൂ ചെയ്യാം. അപ്പോൾ ഇത് ബാക്കിൽ ക്യാമറ നമ്മൾ ജസ്റ്റ് ഒന്ന് കൊള്ളിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഡിസ്പ്ലേയും കൂടെ അവിടെ കണക്ട് ചെയ്താൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ നമുക്ക് ചെയ്യണമെങ്കിൽ ഇത് ആ ക്യാമറ ടി വി, അതായത് അവിടുത്തെ ഡിസ്പ്ലേയും കാര്യങ്ങൾ സെറ്റ് ചെയ്താലാണ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങോട്ട് ക്യാമറയിലെ വിഷ്വൽ ടി വിയിലേക്ക് പോകുന്ന വയറാണ് യെല്ലോ. റെഡ് എന്ന് വെച്ചാൽ കറണ്ട് വരുന്ന വയറാണ്. ഇത് റെഡിൽ നിന്ന് കറണ്ട് വരുന്നതും ഇത് മഞ്ഞ വിഷ്വൽ പോകുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് അങ്ങോട്ട് കണക്ട് ചെയ്ത് എത്തിക്കണം. ഇപ്പം എഞ്ചിൻ റൂമിനകത്ത് നിന്ന് ഈ സൈഡ് വഴി വല്ലതും എടുത്തിട്ട് വേണം നമുക്ക് എത്തിക്കുക. കാരണം വെച്ചാൽ വയറൊക്കെ ഇതിൻ്റെ അകത്ത് വഴി വല്ലതും വന്നു കഴിഞ്ഞാൽ ഇപ്പം വൈബ്രേറ്റ് ആകുമ്പം ഉറഞ്ഞുറഞ്ഞ് ബോഡി ടച്ച് ചെയ്ത് ഫീസും അടിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സേഫായിട്ട് ഒരു സൈഡ് വഴി മാത്രമേ നമുക്ക് ആ വയറും കാര്യങ്ങളും എടുക്കാൻ പറ്റത്തുള്ളൂ. സ്വല്പം ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളത് ഫ്രണ്ടിൽ നിന്നാണ് വയറിങ് വിടുന്നത്. അത് അതിൻ്റെ അടിവഴി വിട്ട് നമ്മൾ ബാക്കിലേക്ക് അത് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, അത് നമ്മൾ ആ ക്ലാമ്പും കാര്യങ്ങളായിട്ട് എടുത്ത് സെറ്റ് ചെയ്തപ്പോൾ എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ? നമുക്ക് ഇവിടെ ആദ്യമേ സെറ്റ് ചെയ്യാമെന്ന് ഓർത്തത്. പക്ഷേ അത് സെറ്റ് ചെയ്ത ബോഡി വെറുതെ തുളക്കേണ്ട വരും. ഇതാകുമ്പോഴത്തേനും നമ്മുടെ ഇതാ തുളഞ്ഞിട്ടുള്ളൂ. നമ്മുടെ എന്നാ പറയുക, ക്യാരിയറല്ല, ബമ്പറാണ്. ബാക്കിലത്തെ ബമ്പറിൻ്റെ ഇവിടെ 2 ഹോൾ ഇട്ടു. അപ്പോൾ ഇത് കറക്റ്റ് സെറ്റായിട്ടുണ്ട്. ഇതേ നമ്മൾ അവിടുന്ന് വയറിങ് വലിച്ച് ഇറത്തും ഇവിടുന്ന് ക്യാമറയിൽ നിന്ന് പോകുന്ന വീഡിയോയിലേക്കുള്ള വിഷ്വലിനുള്ള വയറും കൂടെ വലിച്ചിട്ടുണ്ട്. ഈ സൈഡ് വഴിയാണ് വലിച്ചത്. നമുക്കിനി ഇങ്ങോട്ട് ടൈ ചെയ്യണം. വയർ ടൈ വെച്ച് ടൈ ചെയ്യണം. ടൈ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ടൈ ചെയ്തിരുന്നു വെച്ചാൽ വണ്ടി ഓടുമ്പോൾ വൈബ്രേഷൻ ഇത് ഉറഞ്ഞ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങോട്ട് വയർ ടൈ വെച്ച് അങ്ങോട്ട് ടൈ ചെയ്താലാണ് കറക്റ്റ് സൂട്ടായിട്ട് ഇരിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിത് ബാക്കിലിത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. വയർ ഇവിടം വരെ നമ്മൾ കറക്റ്റ് എത്തിയിട്ടുണ്ട്. സ്വല്പം കൂടുതലാണ് വയർ എടുത്തത്. നമുക്ക് ഇനി അങ്ങോട്ട് വലിച്ച് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഈ നമ്മൾ ആദ്യമേ നമ്മൾ ഈ
ഡിസ്പ്ലേ താഴെ വെക്കാമെന്നാണ് ഓർത്ത്. പിന്നെ താഴെ വെച്ചുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഫ്രണ്ടിൻ്റെ ഗ്ലാസ്സൊക്കെ ഒന്ന് തുടയ്ക്കണം, ഒന്ന് വൃത്തിയാക്കണം എന്ന് വെച്ചാൽ നടക്കുകയില്ല, ഭയങ്കര പാടാണ്. പിന്നെ തട്ട വെച്ച വൈബ്രേഷനും കൂടുതലാണ്. അപ്പോൾ നമ്മളിവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്കൊരു മിറർ പോലെ കാണുകയും ചെയ്യാം, പുറകെ ഇരിക്കുന്നവർക്ക് കാണുകയും ചെയ്യാം, നമുക്കും കറക്റ്റായിട്ട് കാണാം. വലിയ കുഴപ്പം. ഈ പേരിൻ്റെ മറയിലാണ് വന്നത്. ഏക്കാലും പേരുള്ളതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണത്തില്ല. പക്ഷേ അതുകൊണ്ട് ആ ഒരു മറയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ല. നമ്മൾ ചെരിഞ്ഞ് നോടിക്കുന്ന ഈ ഭാഗത്തെല്ലാം ക്ലിയർ ആണല്ലോ. പിന്നെ ഇതുപോലെ തന്നെ ഫാൻ ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ സ്വല്പം കയറ്റിയാണ് വെച്ചേക്കണത്. അധികം പുറകോട്ട് ഇറക്കി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസ്സൊക്കെ തുടയ്ക്കണമെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഗ്ലാസ്സൊക്കെ തുടയ്ക്കണമെങ്കിൽ ഫാനിങ്ങനെ തിരിച്ച് ഇറക്കിയിട്ട് ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അടിപൊളിയായിട്ട്. അപ്പോൾ ഈ നമ്മളൊരു ടെസ്റ്റ് ഡോസ് അടിക്കുവാണ്. ലൈറ്റ് തെളിഞ്ഞൊന്നും അറിയത്തില്ല. അതെ, ക്യാമറ ലൈറ്റ് കത്തിയിട്ടുണ്ട്. കാണാവോ? ഓ, എങ്ങനെയാ എൻ്റെ മുഖം കാണാവോ? ശരിയാണിരിക്കണേ. അപ്പോൾ ഇത് ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തി. ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ ടി വിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. മുണ്ട കഴിച്ചിട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. തിരിച്ച് നോക്കട്ടെ. ശൽപ്പോടെ കറക്കട്ടെ. പോട്ടെ. ഇപ്പം അത്രയും വേണ്ട. ശൽപ്പോടെ കറക്റ്റ്. എന്നാലും നോക്കിയേക്ക് ഇങ്ങോട്ട് വന്ന്. അടിപൊളിയായിട്ട് റിവേഴ്സ് ക്യാമറ. നമുക്ക് ഇനി ഒരു സ്വിച്ച് വേണം, സ്വിച്ചോടെ വയ്ക്കണം, അതായത് ഓൺ ഓഫ് ആക്കാനും വേണ്ടി. ഹലോ, അപ്പം നല്ല കറക്റ്റ്. ഇല്ല, തിരിഞ്ഞു പോയി. അല്ല, അങ്ങോട്ടല്ല, ഇടത്തോട്ട് തിരി. ശൽപ്പോ മതി. കറക്റ്റാ. നോക്കി. ഇല്ലെന്ന് തോന്നണേ. അപ്പോൾ ഇത് റിവേഴ്സ് ക്യാമറ അടിപൊളിയായിട്ടുണ്ട്. ബ്രൈറ്റ്നസ് എങ്ങനെയാ? അവിടെ സ്വിച്ച് ഉണ്ട്, സ്വിനാപ്പിളി മോഡ്. കണ്ടോ ബ്രൈറ്റ്നസ് 100. ഞെക്കി പിടിച്ചാൽ മതി എനിക്ക് തന്നെ. വേണ്ട, ഞെക്കി പിടിച്ചാൽ നമുക്കത് സാധനം സെറ്റ് ചെയ്യാം. ടി വി ഒക്കെ ഉണ്ട്, ടി വി ഒക്കെ ആണ്. ബ്രൈറ്റ്നസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടമാനം കൂട്ടിയിട്ടാലും കൊള്ളുകയില്ല, ഒരു നോർമലാ. ഒരു പകുതി ഇട്ടാൽ മതി. അത്യാവശ്യം വല്ല കുറേ ആളുണ്ടോന്നോ വണ്ടി ഇരിക്കുന്നുണ്ടോ അറിയാം, അത് മതി. നമുക്ക് വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലല്ലോ, അത്യാവശ്യം കാര്യങ്ങളൊക്കെ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത് തോണായി കിടക്കുമ്പം ഇത് പുറകിൽ നിന്ന് കാണാം. ഇത് ക്യാമറ റെക്കോർഡിംഗ് അല്ല, ക്യാമറ ഉണ്ട്. കാരണം ഇത് ഫുൾ ടൈം ലൈറ്റ് തെളിഞ്ഞ് കിടക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, റിവേഴ്സ് എടുക്കാൻ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ പുറകിൽ നിന്ന് ഓടി വരുമ്പോഴത്തേനും വളയ്ക്കണമെങ്കിലോ അങ്ങനെ വല്ലതും ഇടാം. പക്ഷേ സാധനം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ ഈ നമ്മൾ ക്യാമറയ്ക്ക് സ്വിച്ചും കാര്യങ്ങളും വെക്കുവാണ്. അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താക്കോൽ ഓണാക്കുമ്പോൾ ഫുൾ ടൈം തെളിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേനും ക്യാമറയും ഓവർ ഹീറ്റായി പോകും, ഡിസ്പ്ലേയും ഓവർ ഹീറ്റാവും. അപ്പോൾ അതിനേക്കാളും നല്ല നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഓണാക്കുക എന്ന രീതിയിൽ നമ്മൾ ഇവിടെ കുഞ്ഞു രീതിയിൽ ചെറുതായിട്ട് ഡാഷ് ഒന്ന് തുളച്ചെന്ന് വെച്ചാൽ വൃത്തികേടാവാത്ത രീതിയിലാണ് നമ്മുടെ സ്പീക്കറിൻ്റെ ആ ഒരു സെക്ഷനിലാണ് നമ്മൾ ഡാഷും കാര്യം നൈസായിട്ട് തുളച്ചോട്ടൊരു സ്വിച്ച് വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ സ്വിച്ച് ഇടുമ്പോൾ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കാണാവുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കി എല്ലാ കണക്ഷനും കാര്യങ്ങളും ഡിസ്പ്ലേ നമ്മൾ ഇവിടെയാണ് സെറ്റ് ചെയ്തു, എല്ലാ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇനി നമുക്ക് സ്വിച്ചോടെ വെച്ച് കഴിഞ്ഞാൽ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മളങ്ങനെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 90% തീരാറായി. ഇതാണ് നമ്മുടെ സ്വിച്ച് വരുന്നത്. താക്കോൽ ഓണാക്കുക, നമ്മൾ ഈ സ്വിച്ച് വലിക്കുക, 2 സെക്കൻഡ് കഴിയുമ്പോൾ ക്യാമറ ഓണായി. പുറകിൽ നിന്ന് വണ്ടി വന്നാലും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണുകയും ചെയ്യാം. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സാധനം, നൈസാണ്. ഇവിടെ താഴെ ഡാഷിന് വെക്കണേക്കാളും നല്ലത് ഇങ്ങനെ വെക്കണതിന് നമുക്ക് ക്ലിയർ ആയിട്ട് കാണുകയും ചെയ്യാം. അടിപൊളിയാണ് കേട്ടോ, നൈസാണ്. നമുക്ക് ഓഫാക്കാം. നമ്മൾ താഴെ കുറച്ച് വയറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് പോയേക്കുന്ന വയറും കാര്യങ്ങളൊക്കെ മേക്കോന്നാണ് കിടക്കുന്നത്. നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് ഇൻസുലേഷൻ ടൈപ്പൊക്കെ ചുറ്റി നല്ല കറക്റ്റാക്കി നീറ്റാക്കി നമുക്കൊന്ന് വൃത്തിയാക്കി. അപ്പോൾ ഇതേ നമ്മൾ വണ്ടിയിൽ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ അതേ പോവുകയാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നൈസാണോ? ചിലപ്പോൾ പൊങ്ങിപ്പോയോ? അത് ലൈൻ സൈഡിലോട്ട് പോകാം. ഓക്കെ, കറക്റ്റ് അല്ലേ? അപ്പോൾ ഈ റിവേഴ്സ് ക്യാമറ വേറെ ഹെവി സാധനം ഒന്നും പറയാം. നല്ല ഹെൽപ്ഫുള്ളായിട്ട് സാധനം കേട്ടോ റിവേഴ്സ് ക്യാമറ. നമ്മൾ മസ്റ്റായിട്ടും വരണം. ഇങ്ങനത്തെ പുറകിൽ സീറ്റുള്ള, അതായത് പുറക് കാണാൻ പറ്റാത്തതെന്നല്ല, നിങ്ങൾ മസ്റ്റായിട്ട് വണ്ടിയിൽ ഒരെണ്ണം മേടിച്ച് വെക്കണം. 2000 രൂപയ്ക്ക് ഒരിക്കലും ഒരു നഷ്ടം എന്ന് പറയാനില്ല. അടിപൊളി സാധനം.